കർക്കിടക മാസത്തിൽ മിക്ക വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി. പക്ഷേങ്കിൽ നമ്മൾ മുതിർന്ന ആൾക്കാർ മാത്രമേ മിക്കവാറും ഇത് കഴിക്കാറുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്കൊന്നും കൊടുക്കാറില്ല. ഇതിൽ ചേർക്കുന്ന മരുന്നുകൾ കുട്ടികൾക്ക് പറ്റൂല എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു കഞ്ഞി കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സാധാരണ ആയുർവേദ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന മരുന്ന് കൂട്ടുകളൊന്നും ചേർക്കുന്നില്ല. നമ്മളെ വീട്ടിലുള്ള സാധാരണ എപ്പോഴും കിട്ടുന്ന ചേരുവകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ സാധാരണ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ ഒരു കൊല്ലത്തിനിടയിൽ ഒരു മാസം, ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മിനിമം ഒരു മാസമെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇതുപോലുള്ള കഞ്ഞികളൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടുവേദനയും അതുപോലുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഇല്ലാണ്ടാക്കാനും പറ്റും. അപ്പോൾ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതുകൊണ്ടാണ് തലേന്ന് രാത്രി ഞാനിത് കുതിർത്ത് വെച്ചത്. അപ്പോൾ നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ തലേന്ന് രാത്രി കുതിർത്ത് വെക്കാം. രാത്രിയാണ് കഞ്ഞി ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ രാവിലെ നമ്മുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാളും മുന്നേ ഈ ഒരു കഞ്ഞി കുടിക്കുന്നതായിരിക്കും ശരീരത്തിന് നല്ലത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റായിട്ട് യൂസ് ചെയ്താലും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറെ കുതിർത്ത് വെക്കുന്നത് ഒരു 1/4 കപ്പ് അളവിൽ മട്ട അരിയാണ്. അപ്പോൾ ഏത് ചുവന്ന അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞവരി അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിതും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ചെറുപയറാണ്. ചെറുപയറും ഒരു 1/4 കപ്പ് അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അതും ഞാനിവിടെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും തലേന്ന് രാത്രി തന്നെയാണ് എല്ലാം കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെയാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അരി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അരിയും അതുപോലെ തന്നെ ചെറുപയറും ഉലുവയും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് വേവിക്കുന്നത്. ഇനിയിപ്പോൾ കുക്കറിലല്ല, സാധാരണ നമ്മൾ വിറകടുപ്പിലൊക്കെ കത്തിച്ചിട്ട് നമ്മൾ കലത്തിലൊക്കെ വെക്കുന്നതാണെങ്കിൽ ഇത് നമ്മൾ ഓരോ വേവിനനുസരിച്ച് ഇടണം. ആദ്യം അരി ചേർത്ത് വെന്ത് ഒന്ന് കഴിയുമ്പോഴാണ് പിന്നെ ചെറുപയറും അത് കഴിഞ്ഞ് ഒന്ന് ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉലുവ നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അത് വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതിലേക്കൊരു 6-7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. ചെറിയ ഉള്ളിയാണ് നമ്മുടെ ഹെൽത്തിന് കൂടുതൽ നല്ലത്. ഇനി ഇത് വേവാൻ ആവശ്യമായ കുറച്ചധികം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ അതിന് മുന്നേ ഞാനിതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 4 വിസിൽ വരുന്നവരെ വേവിക്കുന്നുണ്ട്. പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അത് വേവുന്ന സമയം നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, അതുകൊണ്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിയും ചെറുപയറും ഒക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുത്തരി ആയതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് വെന്തൊടയില്ല. അപ്പോൾ പച്ചരിയിൽ ഇത് ഉണ്ടാക്കാം. പക്ഷേങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ചുവന്ന തവിട് കളയാത്ത അരി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെറുപയറും അരിയും ഉലുവയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചരി ആകുമ്പോൾ മാത്രമേ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ട് കുറച്ച് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. ഈ ഒരു അരിയാകുമ്പോൾ എന്ന് പറയുമ്പോൾ അരി ആ ഒരു ചോറ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കുക. പക്ഷേ ഇത് നമ്മൾ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചുവന്ന അരി ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്ന ആ ഒരു പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലാന്ന് വേണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. 1-2 പാലെടുത്തിട്ട് ആദ്യം 2-ാം പാൽ ചേർത്തിട്ട് പിന്നെ ലാസ്റ്റോട്ട് 1-ാം പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തുകൊണ്ട് ഇതിൻ്റെ കളർ കുറച്ചൊരു മഞ്ഞ കളറായിരിക്കും. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ മാത്രം ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല വെള്ള കഞ്ഞിയായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിള വരുന്നവരെ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി കുക്കായതാണ്. ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു ഇതൊന്ന് കുക്കാവണം. അതായത് അതൊന്ന് ചൂട് കയറിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് തിളച്ച് കുറുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ചെറുപയർ ഇല്ലാതെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. പക്ഷേ ചെറുപയർ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പ്രോട്ടീൻ്റെ അളവ് ഇതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ചെറുപയർ എന്ന് പറയുന്നതിന് നമുക്ക് അറിയാം വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. മുടിക്കായി കഴിഞ്ഞാലും അതുപോലെ അമിത ഭാരമുള്ളവർക്കൊക്കെ വണ്ണം കുറക്കാനും ഒക്കെ വളരെ നല്ലതാണ് ചെറുപയർ മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കുന്നത്. ഇനിയിപ്പോൾ മുളപ്പിച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് തിളക്കണ്ട. അപ്പോൾ കഞ്ഞി എത്രത്തോളം കുറുകണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറുക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാൻ കൂടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടിയും ചേർക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ ഈ ഒരു കഞ്ഞിക്ക് നമ്മൾ അരിയും ചെറുപയറും ഒക്കെ എടുത്തത് കൊണ്ട് തന്നെ തേങ്ങയൊക്കെ അരച്ചൊഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉലുവിൻ്റെ കയ്പ്പ് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുട്ടികൾക്ക് പോലും ഇത് കുടിക്കാം. ഒരു കയ്പ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് മാറി നിൽക്കൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കും ഇത് കൊടുക്കാം. വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ അവർ കഴിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പശുനെയ്യ് ഇടുന്നതിന് പകരം പശുനെയ്യിൽ കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വേറെ വരും. ആ ഒരു കുഞ്ഞുള്ളി മൂപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഇതിൽ ചേർക്കുന്ന ഉലുവയൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാലോ, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ഉലുവ കുതിർത്തിട്ട് വെള്ളം കഴിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അതുപോലെ തന്നെ മുടിക്കും നമ്മളെ സൗന്ദര്യത്തിനും എല്ലിനും പല്ലിനും എല്ലാം ഈ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്